ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായിരുന്നു കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ തമിഴ് ദമ്പതികളുടെ പേര്? മുരുകനും കനിമൊഴിയും. മുരുകൻ, കനിമൊഴി. അവരെവിടെയാ താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനിപ്പ തന്നത് പോരാ. നിങ്ങൾ കാണിച്ച ഫോട്ടോയിലുള്ള ആളെ എനിക്കറിയാം. അവന്തിക എന്നല്ലേ അവരുടെ പേര്? അതെ. കുറെ വർഷമായി ഞാനിവിടെ ജോലിക്ക് വന്നിട്ട്. അതിനുശേഷം ഇവിടെ നടന്ന എല്ലാ ദത്തെടുക്കലുകളെ കുറിച്ചും എനിക്കറിയാം. അവര് ദത്തെടുത്ത കുഞ്ഞിനെ കുറിച്ചും അറിയാം. ആണോ? എന്നാ പറയ്, ആരാ ആ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കള്? അതൊക്കെ അങ്ങനെ വെറുതെ പറയാൻ പറ്റുന്നാണോ? നിങ്ങളോട് ആ വിവരം പറയുന്നതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഇത് 5000 രൂപയുണ്ട്. തൽക്കാലം ഇത്രയും ഗുണം മതിയോ? ആ മതി, ധാരാളം മതി. ഇനി പറ, ആരാ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കിയത്? തമിഴ്നാട്ടുകാരായ 2 ദമ്പതികളാണ് അവരെ ആ കുഞ്ഞിനെ ഈ അനാഥാലയത്തിന് കൈമാറിയത്. അന്ന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ തമിഴ് ദമ്പതികളുടെ പേര്? മുരുകനും കനിമൊഴിയും. മുരുകൻ, കനിമൊഴി. അവരെവിടെയാ താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനിപ്പ തന്നത് പോരാ. ഇനി പറ, എവിടെയാ മുരുകന്റെയും കനിമൊഴിയുടെയും വീട്? അത് കുറച്ച് ദൂരെയാ. തമിഴ്നാട്ടിൽ കന്യാകുമാരിക്കടുത്ത് തക്കലയിലായിട്ട് വരും. എന്റെ മകളെ വിവാഹം കഴിച്ചയച്ചത് അവിടെയാ. അതുകൊണ്ട് വിവരങ്ങളൊക്കെ എനിക്കറിയാം. അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വല്ലതും അറിയാവോ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല. വേണമെങ്കിൽ അന്വേഷിച്ച് പറയാം. വേണം, അന്വേഷിക്കണം. ചേച്ചിയുടെ നമ്പറും തരാമോ? പറഞ്ഞു. മോനെ, അത് കുറച്ചുകൂടെ വലിച്ചു കിട്ടിക്ക്. കുറച്ചുകൂടെ. മതി 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 മതി. മതി മോനെ, ഇനി ഇറങ്ങിക്കും. ഇപ്പൊ റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ ശരിക്ക് കാണാൻ പറ്റും അല്ലേ? അല്ലേലും ബോർഡിലല്ലോ, രുചിയിലല്ലേ കാര്യം. അമ്മയുടെ പഴങ്കഞ്ഞി ഒരു തവണ കുടിക്കുന്നവര് അത് 10 പേരോട് പറയും. ആ മൗത്ത് പബ്ലിസിറ്റിയാണ് നമുക്ക് വേണ്ടത്. എന്തായത് ഉത്സവ പറമ്പോ? ധനുഷേ, ഇവിടെ പലർക്കും ഇതിനെ കുറിച്ചൊരു വിശ്വാസം വന്നിട്ടില്ല. അമ്മയുടെ പഴങ്കഞ്ഞിയുടെ രുചിയെക്കുറിച്ച് ഇവിടെ ആർക്കും ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷെ പഴങ്കഞ്ഞി വിറ്റ് പണക്കാരായ ആരെയും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആണോ? അതെ, നിന്റെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടാ. എടി,
പഴങ്കഞ്ഞി വെക്കുന്നത് കോടീശ്വരി ആകാനൊന്നും അല്ലല്ലോ. ഇതുകൊണ്ടൊന്ന് കുടുംബം മാറ്റാനല്ലേ നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ അമ്മേ? ദിവസം ഒരു 10 പേരെങ്കിലും വരുമോ? ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വരുമായിരിക്കും അല്ലേ? ആ കണ്ടറിയണം. എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. അതെ, ഇതെന്റെ ആഗ്രഹം തന്നെയാ. ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നൊരാഗ്രഹം. അതാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഒരു കുടുംബം ഉയർച്ചയിലെത്തുന്നത് എപ്പോഴാണെന്നറിയോ നിനക്ക്? ചുറ്റുമുള്ള പ്രതിബന്ധങ്ങളിലൊന്നും തളരാതെ ജീവിതത്തിനോടുള്ള ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ തീ കത്തിച്ച് അവനവന്റെ ജീവിതമാർഗവും വഴിയും കണ്ടെത്തുമ്പോഴാ. ഇത് കേട്ടിട്ട് അമ്മ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെ ഉണ്ടല്ലോ. ഹേയ്, ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. ആഗ്രഹങ്ങളുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ പടവെട്ടി ജയിക്കാൻ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ചത് മാത്രാ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല ഇത് ക്ലച്ച് പിടിക്കും. ആ ഈ വലിയ പണക്കാർ വരെ ഇപ്പൊ ഇതുപോലുള്ള നൊസ്റ്റാൾജിക്കായ ആഹാരങ്ങള് എവിടെ കിട്ടും അന്വേഷിച്ച് നടക്കുന്ന കാലോ ആ. അല്ലേ? എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചാ നമുക്കിത് പൊളിക്കാം. അയ്യോ മക്കളെ, അതൊന്ന് പിടിച്ചിറക്കി. സന്ദീപേ, ഇങ്ങെടുക്ക. കൈ വയ്യാതിരുന്നിട്ടും അവൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ല. ചിലര് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. എടി, നിന്റെ ഉള്ളിലെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനല്ലേടി നിന്നെ പെറ്റത്. ദേ, സമയത്തിനെത്തിയല്ലോ. ആഹാ, കൊള്ളാലോ സംഭവം. കൊള്ളാമോ മോനെ? കൊള്ളാമേ, നന്നായിട്ടുണ്ട്. അതെ, സച്ചിയോടൊരു സോറി പറഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. അച്ഛന്റെ ചമ്മലങ്ങ് മാറിക്കിട്ടും. ആ സൂപ്പർ അല്ലേ? ആ? കഴിഞ്ഞ ദിവസം ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ അച്ഛൻ എന്നെ പറ്റിച്ചു. അച്ഛൻ മറന്നുപോയതുണ്ടല്ലേ? ഇന്ന് വാങ്ങിത്തരാം. അതെ, അനുപേട്ടൻ സച്ചിയുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മലുകൊണ്ട് പോയതാ. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ശീലവും ഇല്ല. അവന്റെ മനസ്സിലെ മഞ്ഞുരുകണമെങ്കിൽ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണം. അതെനിക്കറിയാമേ. അതുകൊണ്ട് തന്നെ അനുപേട്ട എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാ ഞാൻ. ഒരു ദിവസം അർച്ചനെ ഞാൻ അനുപേട്ടന് മുന്നിൽ കൊണ്ടു നിർത്തും. ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റായി. സച്ചിങ്ങളെ പോവാം. അല്ല, എപ്പോഴാ പഴങ്ങഞ്ഞിക്കടയുടെ ഉദ്ഘാടനം? ഇന്ന് തന്നെ ഉണ്ടോ? ഏയ് ഇല്ല, നാളെ. നാളെ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരും മോനെ. നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോവാം. എന്താ? പിന്നെ നടന്നത് തന്നെ. ഇവിടുന്ന് ഒരു ചായ കുടിക്കാത്ത ആളാ പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നത്.